പ്രൈസ് ദി ലോർഡ്. 67-ാം സങ്കീർത്തനം 5-ാം വാക്യം. ദൈവമേ, ജാതികൾ നിന്നെ സ്തുതിക്കും, സകല ജാതികളും നിന്നെ സ്തുതിക്കും. ഭൂമി അതിൻ്റെ അനുഭവം തന്നിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ മാത്രമാണ് ഭൂമി അതിൻ്റെ അനുഭവങ്ങൾ നമ്മിലേക്ക് ചൊരിയുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും നാം ഒരിക്കലും കാത്തിരിക്കരുത്. അത് നമുക്ക് ലഭിക്കുന്നതിന് മുൻപ് തന്നെ നാം ദൈവത്തോട് ഓരോ നിമിഷവും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ നമ്മിലേക്ക് ഒഴുകുകയുള്ളൂ. കാരണം ദൈവത്തിന് അർപ്പിക്കുന്ന സ്തുതികളാണ് നമ്മുടെ അനുഗ്രഹങ്ങൾക്ക്, നമ്മുടെ വർധനവുകൾക്ക് ഒരു കാരണമായി മാറുന്നത്. നിരന്തരമായി പിറുപിറുക്കുകയും പരാതികൾ പറയുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലേക്ക് ഒരു പക്ഷേ ഈ അനുഗ്രഹം ഒഴുകുവാനായിട്ട് ചില തടസ്സങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. ദൈവജനത്തിൻ്റെ സ്തുതി ദൈവികമായ അനുഗ്രഹങ്ങൾ ഒഴുകുവാൻ ഒരു കാരണമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയണം. നാം സുവിശേഷ വേദഭാഗങ്ങളിൽ വായിച്ചിട്ടുണ്ട്. കർത്താവായ യേശു അപ്പവും മീനും എടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി തൻ്റെ പിതാവിനെ വാഴ്ത്തുകയാണ്. അങ്ങനെ ചെയ്തപ്പോൾ അത് വർധനവിന് കാരണമായി തീരുകയും അനേകായിരങ്ങളെ പോഷിപ്പിക്കുവാനായിട്ട് അതിടയാകുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളിലും ഓരോ നിമിഷങ്ങളിലും നാം ദൈവത്തോട് നന്ദി പറയുന്നവരായിട്ട്, സ്തുതികൾ അർപ്പിക്കുന്നവരായിട്ട് മാറണം. യോവേൽ 3:13 ഇപ്രകാരം പറയുകയാണ്: അരിവാൾ ഇടുവിൻ, കൊയ്ത്തിന് വിളഞ്ഞിരിക്കുന്നു. അരിവാളില്ലാതെ കൊയ്ത്തിന്റെ അനുഭവങ്ങളിലേക്ക് നമുക്ക് വരിക അസാധ്യമാണ്. കൊയ്ത്തിന്റെ കാലങ്ങൾ നമുക്ക് എന്നും സന്തോഷം പകരുന്നവയാണ്. സ്തുതിയും സന്തോഷവും അത് ഒരുപോലെ അർപ്പിച്ചെങ്കിൽ മാത്രമേ ദൈവത്തിന് അത് ഇഷ്ടമാകുകയുള്ളൂ. ഒരു കാര്യം ഓർക്കുക, കൊയ്ത്തിനായി ഉപയോഗിക്കുന്ന അരിവാള് പോലെയാണ് ദൈവസന്നിധിയിൽ സ്തുതികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കാം. അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.